പ്രവേശനം സാധ്യമാകുന്നതാണോ സ്വർഗം എന്ന് പറഞ്ഞാൽ പ്രവേശനം തടയുന്നതാണോ നരകം? ആ പറച്ചിൽ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് കിട്ടുന്ന നരകമോചനത്തിന്റെ പ്രത്യേകമായ ദിവസങ്ങളിൽ റമളാനിന്റെ സമാപനങ്ങൾ നിങ്ങൾ പറയുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോഴും ആ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ഒരു ജീവിതം കാഴ്ചവെക്കാനുള്ള ഒരു പരിഗണിക്കേണ്ടുന്ന സ്ഥലമായിട്ട് റമളാനിന്റെ സമാപന ദിവസത്തെ നമുക്ക് മാറ്റാൻ കഴിയട്ടെ. ഇത് ആദ്യം തുടങ്ങുന്ന ആവേശം നമുക്ക് അവസാനം നഷ്ടപ്പെടുകയാണ്. ആദ്യം തുടങ്ങുന്ന ആവേശം നമുക്ക് അവസാനം നഷ്ടപ്പെടുകയാണ്. പെരുന്നാളിന് നമുക്ക് ഡ്രസ് എടുക്കാൻ രാവിലെ മുതൽ രാത്രി വരെയും നമുക്ക് കടയിൽ കറങ്ങണമെന്നില്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? രാവിലെ മുതൽ രാത്രി വരെ കടയിൽ കടങ്ങിയെങ്കിലേ നമുക്ക് പെരുന്നാളിന്. നമ്മുടെ സഹോദരിമാരെങ്ങനെയാണ്? ഒരു മുഴക്കമുണ്ട് ഷാഫി. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കറങ്ങിയിട്ട് കിട്ടുന്നതാണോ നമുക്ക് പെരുന്നാൾ? സഹോദരിമാരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കടയിൽ പോയി ഭാര്യക്കും ഉമ്മാക്കും, ആരുമ്മാന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഭാര്യയുടെ ഉമ്മയാണോ നിങ്ങളുടെ ഉമ്മയാണോ? അത് ഭാര്യ പറയുന്ന പോലെ ഇരിക്കും. ഭാര്യക്കും ഉമ്മാക്കും എന്ന് പറയാം. അപ്പൊ തുടക്കത്തിൽ തന്നെ ഒരു അടി ഉണ്ടാക്കണ്ട, നാളെ പോകാൻ നേരത്ത് ഉണ്ടാക്കിയിട്ട് പോകാം. നല്ലത്. ഭാര്യക്കും ഉമ്മാക്കും ഡ്രസ്സ് എടുക്കുന്നു, അല്ലെങ്കിൽ മക്കൾക്ക് ഓരോ ജോഡി ഡ്രസ്സ് എടുക്കുന്നു. പെരുന്നാളല്ലേ, ഇപ്പൊ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരു പുതിയ സന്തോഷത്തിന്റെ ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ എടുത്തോളും, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലെ രോഗികൾക്ക് തന്നെ അവർക്ക് പെരുന്നാളിന് അണിയാൻ വേണ്ടി വന്നിരിക്കുന്ന ഡ്രസ്സ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് 1-2 ജോഡിയൊന്നുമല്ല. അപ്പൊ ആളുകൾക്ക് സന്തോഷമാണ്. അപ്പൊ ആ ഡ്രസ്സ് നിങ്ങൾക്ക് എടുക്കാം, ഭാര്യക്കും മക്കൾക്കും ഒക്കെ ഡ്രസ്സ് എടുക്കാം. പക്ഷെ അത് ഭർത്താവ് എടുത്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് തന്നെ ഇഷ്ടപ്പെടും. മാഷാ അല്ലാഹ് ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്, അൽഹംദുലില്ലാ എടുത്തു. പക്ഷെ അവരെ കടയിൽ കയറ്റുകയാണെങ്കിലോ 1000 എണ്ണം എടുത്തിട്ടാലും അതങ്ങോട്ട് മാറ്റി ഇതങ്ങോട്ട് മാറ്റി, ആ ബോർഡർ ഉള്ളത് എടുക്കുക, ആ ബാർഡർ ഉള്ളത് എടുക്കുക, ആ പച്ച എടുക്കുക, ആ നീല എടുക്കുക, അങ്ങനെ എടുത്തെടുത്ത് മാറ്റി 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 ഒരെണ്ണം ഇഷ്ടപ്പെടില്ല. അതങ്ങനെയാണ് നമ്മുടെ സഹോദരിമാരുടെ പ്രശ്നം. അവർക്ക് ഈ കടയിൽ നിന്ന് ഇറങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂല. അതിങ്ങനെ കണ്ടുകൊണ്ട് ആവശ്യമില്ലെങ്കിലും ഇങ്ങനെ അതൊരു പ്രത്യേക രസമാണ് അവർക്ക്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരെ ആ രീതിയിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സെട്ടിച്ച് ഇങ്ങനെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ സാധനമാണ്. അതിന് നമ്മൾ നിന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റൂല, നിന്നെ കടയിൽ കയറ്റിയ സമാധാനം ഉണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾ തന്നെ, ഈ സഹോദരിമാർ തന്നെ സ്വയം നിയന്ത്രിക്കേണ്ട കാര്യമാണ്. നമുക്കതിന് നിയന്ത്രിക്കാൻ പറ്റൂല. നമുക്കിപ്പോ എന്താ, ഒരു ഷർട്ട് അത് 3 പെരുന്നാളിന് നമ്മളിങ്ങനെ ഉജാല നോക്കി തേച്ച് അത് ഇട്ടോളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒരു മുണ്ട്, ആ ഉപ്പാപ്പോരൊക്കെ ചിരിക്കുന്നുണ്ട്. എത്ര ഉണ്ട്, എൻ്റെ ഉപ്പായൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്ര പുതിയ ഷർട്ട് വാങ്ങിക്കൊടുത്താലും എത്ര മുണ്ട് വാങ്ങിക്കൊടുത്താലും ഉപ്പാക്ക് ഒരു തലയെക്കെട്ടുണ്ടാവും, ഒരു ഷർട്ട് ഉണ്ടാവും, ഒരു മുണ്ടുണ്ടാവും. അത് എടുത്തെങ്കിലേ പെരുന്നാളാവും എന്ന് പറയാം. അത് തന്നെ ഇടുക, അതങ്ങനെ തന്നെ മടക്കി വെച്ചിട്ടുണ്ടാവും, അതങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് പോകലാണ്. പക്ഷെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതി. ചെറിയ പെൺകുട്ടികളാണെങ്കിൽ തന്നെ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറയാ. ഇപ്പൊ എൻ്റെ വീട്ടിലൊരു 3.5 വയസ്സുള്ളൊരു സാധനമുണ്ട്. എന്തെല്ലാമാണ് പറയാ റബ്ബേ, എന്തൊക്കെ കാര്യങ്ങളാണ് പറയാ. ആവശ്യപ്പെടുന്ന സാധനങ്ങൾ തലയിലിടുന്നത് ആകെ ബഹളാണ്. ഞാനിപ്പോ ഈ അടുത്ത സമയത്ത് നോക്കുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഈ കളർ പെൻസിൽ ഇട്ടിട്ട് നഖത്തിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട് മോള്. ഞാൻ പറഞ്ഞ വാക്കവിക്ക് പറ്റിയ മോള് തന്നെ. മാഷാ അല്ലാഹ്. നഖത്തില് സ്കൂളിൽ കൊണ്ടുവന്ന കളർ പെൻസിൽ വെച്ച് പെൺകുട്ടികൾ അങ്ങനെയാണ്. നഖത്തിന് ചുവപ്പ് പോരാന്ന് തോന്നും, ചുണ്ടിന് ചുവപ്പ് പോരാന്ന് തോന്നും. പക്ഷെ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത്. ജന്മന അവർക്ക് അങ്ങനെ തോന്നലുണ്ട്. അത് ഉപ്പായും ഉമ്മായൊന്നും കാണിച്ചൊന്നും കൊടുക്കണ്ട, അവർക്ക് അങ്ങനെ തോന്നൽ വരും. എൻ്റെ കണ്ണിന് ഇങ്ങനെ ഗ്ലാമർ പോരാ. അങ്ങനെയാണ് സഹോദരിമാർ. ഇപ്പോൾ എത്രയോ സഹോദരിമാരുണ്ട് ഇവിടെയൊക്കെ ഈ പിരിയൊക്കെ എടുത്ത് കളഞ്ഞ് ഭയങ്കര സുന്ദരിയാന്ന് പറഞ്ഞിരിക്കുക. കാണ്ടാമൃഗം പോലെ ഇരിക്കും. ഈ പിരിയൊക്കെ എടുത്ത് മാറ്റി പിന്നെ മുഖത്തൊക്കെ കുറേ പൗഡറൊക്കെ തേച്ച് രാത്രി ഉറങ്ങാൻ കിടന്നാൽ തന്നെ കുറേ പച്ചക്കറിയൊക്കെ വെട്ടി അരഞ്ഞ് തലയെ തേച്ചൊക്കെ ഇങ്ങനെ. ഭർത്താവ് കൂടെ കിടന്നിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടാവും. കാരണം എന്താ, പച്ചക്കറിയും മാവും തേച്ചിട്ടാണ് അവള് കിടക്കുക. എങ്ങനെ ഈ ബൂധനയുടെ അടുത്ത് അയാൾ ഒന്ന് കിടക്കും? റമദാനും ഏത്തിക്കാപ്പും തറാവിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ ഇടയിൽ അവർക്ക് അതിൻ്റെതായ ദിവസങ്ങൾ ഒരു ദിവസമായിട്ടല്ല കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് പോവാ, അത് വാങ്ങി വരിക. അല്ലാതെ പവിത്രമായ പരിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകളിൽ പുത്തനങ്ങാടിയുടെ തെരുവോരത്ത് പർച്ചേസിന്റെ വസന്തം തീർത്തുകൊണ്ട് കറങ്ങി നടക്കാനുള്ളവരല്ല പെങ്ങളെ. അല്ലാഹുമ്മ ഇത്തിഖിനാ മിനന്നാർ. പടച്ചവനെ, ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. ഏത് നരകമാണ്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നരകത്തെ കുറിച്ചൊന്ന് പ്രഭാഷണം നടത്തിയപ്പോ ആ സദസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് വീട്ടിൽ വന്ന് വാതിലടച്ചിരുന്ന തേങ്ങിക്കരയുന്ന പ്രിയപ്പെട്ടവനെ കുറിച്ച് മുത്ത് ഹബീബിനോട് പരാതി പറയുകയാ. യാ റസൂലല്ലാഹ്,
വാതില് തുറക്കുന്നില്ല നബിയേ. അവിടുത്തെ ക്ലാസ് കേട്ടിട്ട് വീട്ടിലേക്ക് വന്നവരാണ്. വാതില് തുറക്കുന്നില്ല റസൂലേ, വാതില് തുറക്കുന്നില്ല ഹബീബേ. അവിടുന്ന് ഒന്ന് വന്നിട്ട് പരിഹരിക്കണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വീടിന്റെ വാതിൽ വന്ന് മുട്ടിയിട്ട് ആ പ്രിയപ്പെട്ട സ്വഹാബി വാതിൽ തുറക്കുന്നതിന് മുമ്പ് തേങ്ങലും സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ ഞരങ്ങലും മാത്രമല്ലാതെ ഒന്നുമില്ലാത്ത റൂം അങ്ങോട്ട് തുറന്ന സഹോദരൻ ഇറങ്ങിയിട്ട് യാ റസൂലല്ലാഹ്, എനിക്ക് നരകത്തെ പേടിയാ നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വാരി പുണർന്നിട്ട് വിട പറഞ്ഞു പോയ സ്വഹാബിമാരില്ലേ, അവർക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത നരകമുണ്ട്. പക്ഷേ മുത്ത് റസൂല് പറയുന്നത് എങ്ങനെയാ? ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ. ഞാൻ അറിയുന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിലും ആമുഖം തന്നെ സഹാബത്തിന്റെ ബോധം നഷ്ടപ്പെടുത്തുമല്ലോ. ഞാൻ അറിയുന്ന കാര്യം അത് മരണത്തെക്കുറിച്ചാകട്ടെ, ഖബറിനെ കുറിച്ചാകട്ടെ, പരലോകത്തെ കുറിച്ചാകട്ടെ, അത് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ വലബകൈതും കസീറാ, ആഘോഷങ്ങൾ കുറച്ചിട്ട് നിങ്ങൾ വാവിട്ട് കരയുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. ആ മുത്തുള്ളി ദീപമാണ് സഹാബത്തിന് നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തതെങ്കിൽ അങ്ങനെ വീണ് കിട്ടിയ ഹദീസിന്റെ മധുമൊഴികളെ അടർത്തിയെടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ട പുത്തനങ്ങാടിയിൽ വന്നവര് നിങ്ങളോട് പറഞ്ഞു തരുമ്പോ നിങ്ങളുടെ കണ്ണതിന് കാണാൻ കൊതിക്കുന്നതല്ല, അതിന്റെ ആരവത്തെ കാത് കേൾക്കാൻ കൊതിക്കുന്നതല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് ഭയമാണ്.